ഇനി നമ്മൾ IS800 ബേസിസിൽ എങ്ങനെയാണ് ഡിസൈൻ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സോ ഇൻ സെക്ഷൻ 8ലാണ് ഡിസൈൻ ഓഫ് മെമ്പർ സബ്ജക്റ്റഡ് ടു ബെൻഡിങ്, ദാറ്റ് ഈസ് ബീംസ്. ബേസിക്കലി ഇത് ബീംസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നൗ ഹിയർ പറയുന്നുണ്ട് മെമ്പർ സബ്ജക്റ്റഡ് ടു ബെൻഡിങ് ഷാൾ ഹാവ് അഡിക്വേറ്റ് ഡിസൈൻ സ്ട്രെങ്ത് ടു റെസിസ്റ്റ്. എന്തൊക്കെ റെസിസ്റ്റ് ചെയ്യണം? ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഫോഴ്സസ്. സോ ഇത് പ്രത്യേകം പറയുന്നുണ്ട് ഇതെല്ലാം ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ പ്രസിഡന്റ് സെക്ഷൻ 5 സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. നേരത്തെ പറയുന്നത് ഇതുപോലെ സ്പാൻ ബൈ ഡെപ്ത് റേഷ്യോ, ദാറ്റ് ഈസ് ഫോർ സിംപ്ലി സപ്പോർട്ടഡ് 300 316 കേസുകൾ, ഫോർ കാനിവർ 150 118 കേസുകൾ. വാട്ട് എവർ നമ്മൾ ഡിസൈൻ ചെയ്താലും ലാസ്റ്റ് ലോഡ് സ്പാൻ ബൈ 300 എന്ന് പറയുന്നത് വിത്തിൻ പെർമിസിബിൾ ലിമിറ്റ് ആയിരിക്കണം. സോ അത് നമ്മൾ ചെക്ക് ചെയ്യും ഡിസൈനിൻ്റെ കേസിൽ. എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ എഫക്റ്റീവ് സ്പാൻ തന്നിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കണം. സോ എഫക്റ്റീവ് സ്പാൻ ഇസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെന്റർ ഓഫ് ദി സപ്പോർട്ട് എന്നാണ്. അതായത് ഒരു ബീം ഉണ്ടെന്ന് വിചാരിക്കുക, ആ ബീം ഇതുപോലെ 2 വോളിൻ്റെ പുറത്ത് റെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ആയിരിക്കും എപ്പോഴും നമ്മുടെ എഫക്റ്റീവ് സ്പാൻ ഉണ്ടാകും. ക്വസ്റ്റ്യനിൽ ഇൻ കേസ് ക്ലിയർ സ്പാനാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ബിയറിംഗ് ഒരു 100 200 അസ്യൂം ചെയ്തിട്ട് അത് എഫക്റ്റീവ് സ്പാനായിട്ട് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതിയാകും. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത 8.2 ക്ലോസിൽ ഡിസൈൻ സ്ട്രെങ്ത് ഇൻ ബെൻഡിങ്, അതായത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് എ ബീം അഡിക്വേറ്റ്ലി സപ്പോർട്ടഡ് എഗെയിൻസ്റ്റ് ലാറ്ററൽ ടോർഷൻ. അഗെയിൻസ്റ്റ് ലാറ്ററൽ ടോർഷൻ പറ്റിയെന്ന് വെച്ചാൽ ഇത് റിസ്ട്രെയിൻഡ് ബീമിൻ്റെ കേസാണ്. സോ വാട്ട് എവർ ഇത് ഫാക്ടർ ഡിസൈൻ മൊമെന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ലെസ് ദാൻ ഈക്വൽ ടു ദ ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദി സെക്ഷൻ, ഡിസൈൻ ബെൻഡിങ് കപ്പാസിറ്റി ഓഫ് ദി സെക്ഷൻ. ഈ ഫാക്ടേർഡ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ നമുക്ക് WL²/8 ആണ് നമ്മുടെ ഫാക്ടേർഡ് ഡിസൈൻ മൊമെന്റ് ആയിട്ട് വരുന്നത്. ഈ W എന്ന് പറയുന്നത് ഫാക്ടേർഡ് ലോഡ് ആയിരിക്കണം. ഇൻ കേസിൽ നമുക്ക് സർവീസ് ലോഡാണ് തന്നിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഫാക്ടർ ചെയ്യണം. നമ്മൾ പറഞ്ഞു 2 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ലാറ്ററലി സപ്പോർട്ടഡ് ബീമും ലാറ്ററൽ അൺസപ്പോർട്ടഡ് ബീമും. ലാറ്ററലി സപ്പോർട്ടഡ് ബീം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എന്താണ് അഗെയിൻസ്റ്റ് റൊട്ടേഷനിൽ ഇത് പ്രിവെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതായത് അത് റിസ്ട്രെയിൻഡ് കണ്ടീഷനാണ് ലാറ്ററലി സപ്പോർട്ടഡ് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പം ആ ഒരു കണ്ടീഷനിൽ സീം ടു ഹാവ് ബീൻ അഡിക്വേറ്റ്ലി സപ്പോർട്ട് അറ്റ് ദി സപ്പോർട്ട്. അത് സപ്പോർട്ടിങ് മാത്രമല്ല, നമ്മൾ പറഞ്ഞില്ല ടോപ്പിലെ ഫ്ലാഞ്ചായ കംപ്രഷൻ ഫ്ലാഞ്ച് ഈസ് ഫുള്ളി റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് ദിസ് പോർഷൻ ഡിസ്റ്റർബ്. അത് ഒരു രീതിയിൽ അത് മൂവ് ചെയ്തില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഒന്നീ കോൺക്രീറ്റ് ഇൻകേസ് അല്ലെങ്കിൽ പ്ലേറ്റോ എന്തെങ്കിലും വെച്ച് അതിനെ റിസ്ട്രെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ കേസിൽ ഇസ് നോട്ട് വെബ് ടു ബക്ലിംഗ് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ D/T റേഷ്യോ ലെസ് ദാൻ 67 × E. സോ നമുക്കറിയാം E എന്ന് പറയുന്നത് റൂട്ട് ഓഫ് psi അല്ലെങ്കിൽ 250/Fi എന്ന ടേം ആയിരിക്കും. ഇഫ് വി ആർ അസ്യൂമിങ് എ E250 സെക്ഷനിൽ നമുക്കറിയാം Fi 250 ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ വാല്യൂ 1 ആയി റിട്ടേൺ ചെയ്യും. നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് സെക്ഷൻ ആയിരിക്കും. ഏത് സെക്ഷൻ, പ്ലാസ്റ്റിക് ഇലാസ്റ്റിക് സെക്ഷനിൽ നമ്മൾ ഈ ഒരു ചെക്കും കൂടെ ചെയ്താൽ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 67 ആണെങ്കിൽ നമുക്ക് വെബിൻ്റെ ബക്ലിംഗ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും ഡിസൈൻ്റെ കേസിൽ. സോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഷിയർ ബക്ലിംഗ് ബിഫോർ ഈൽഡിങ്. ഷിയർ എപ്പോഴും ഉണ്ടാകുന്നത് വെബിലാണ് ഉണ്ടാകുന്നത്. സോ ജസ്റ്റ് ബിഫോർ ഈൽഡിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഈ ഡിസൈൻ ചെക്ക് ചെയ്താൽ മതിയായിരിക്കും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അടുത്ത സ്റ്റെപ്പ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകൂടി ഞാൻ റീക്യാപ്പ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കും, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡലൈസ് ചെയ്യും, അഡിക്വേറ്റ് ആയിട്ടുള്ള സെക്ഷൻ കണ്ടുപിടിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ SP6 സ്റ്റീൽ സ്റ്റൈലോ എഴുതും. അതിനുശേഷം ഏത് ടൈപ്പ് ഓഫ് ഇതാണ് സെക്ഷൻ ആണല്ലോ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അതിന് നമ്മൾ നേരെ പോകുന്നത് ടേബിൾ 2 പോകേണ്ടത്. നമ്മുടെ കോഡിൽ ടേബിൾ 2 എന്ന് പറയുന്നത് ഒരു ഏരിയയിലാണ് ടേബിൾ 2 വരുന്നത്. ആ ടേബിൾ 2 നമുക്ക് ആൾറെഡി നമുക്കൊരു സെക്ഷൻ അറിയാം. നമ്മളൊരു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ ബേസിസിൽ ZP പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ബേസിൽ നമ്മളൊരു സെക്ഷൻ സെലക്ട് ചെയ്യും. അതിന് SP6 നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതും. ഇനി ഈ സെക്ഷൻ്റെ കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കും. അതായത് അത് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ സെമി കോമ്പാക്റ്റ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് അതിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. നമ്മൾ ഏത് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ബിൽഡിംഗ് നമ്മൾ കപ്പാസിറ്റിയാണ് കണ്ടുപിടിക്കുക. കാരണം എന്ന് വെച്ചാൽ ക്ലാസ് 1 എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സെക്ഷൻ നമ്മൾ 4 ക്ലാസ് നമ്മൾ ബ്രീഫായി ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് പ്ലാസ്റ്റിക്കിന് കുറച്ചും കൂടെ ബെൻഡിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, അതിൻ്റെ വാല്യൂ എൻ്റെ ഒരു വാല്യൂ കുറച്ചും കൂടെ ഹയർ ആയിരിക്കും.
കോമ്പാക്ട് വരുമ്പോൾ ചെറുതായിട്ട് വരും, സെമി കോമ്പാക്ട് ചെറുതായിട്ട്. അതിൻ്റെ ആ റേഷ്യോ, ആ B/TF റേഷ്യോ, അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ ഫ്ലാഞ്ച് ഏരിയ ആണ് ബെൻഡിങ് കൊണ്ട് റെസിസ്റ്റ് ചെയ്യുന്നത്. ഈ B, ഈ ഡിസ്റ്റൻസ് TF എന്ന് വെച്ചാൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. ആ B/T റേഷ്യോ ഗ്രേറ്റർ ആവും തോറും നമ്മുടെ ഇത് ക്ലാസ് 1 ക്ലാസ് 3 മൂവ് ചെയ്യുന്നത്. ക്ലാസ് 1 ഇപ്പോൾ വി ആർ യൂസിങ് ഐ സെക്ഷൻ, അത് റോൾഡ് സെക്ഷനിൽ വരും. അതിൽ BF/TFൻ്റെ വാല്യൂ ക്ലാസ് 9.4 ഇക്ക് താഴെയായിരിക്കും. മറ്റേത് കോമ്പാക്റ്റ് ആണ് 10.5 ഇക്ക് താഴെയായിരിക്കും. ഈ എന്ന് വെച്ചാൽ നമുക്കറിയാം √250/f. ഇൻ കേസ് ഓഫ് നമ്മുടെ വെബിൻ്റെ കേസ് ചെക്ക് ചെയ്യുമ്പോൾ, അതായത് വെബിൻ്റെ ബക്ലിംഗ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ D/TW ആയിരിക്കും >84 ആയാൽ മാത്രമേ ക്ലാസ് 1 സെക്ഷൻ പറയുന്നത്. ഇതിൻ്റെ കേസ് എന്ന് വെച്ചാൽ വെബ് മെയിൻലി ഷിയർ റെസിസ്റ്റ് ചെയ്യുമ്പോൾ വെബിൻ്റെ ഡയമെൻഷൻ വരുന്നത് ഡെപ്ത് ഓഫ് വെബ്, തിക്നെസ് ഓഫ് വെബ് ആയിരിക്കും. ഈ ഒരു കേസിൽ നമ്മൾ കാൽക്കുലേഷൻ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ റോൾഡ് സെക്ഷൻ വരുമ്പോൾ D എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി, റോൾഡ് സെക്ഷൻ വരുന്നെങ്കിൽ D എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ആയിരിക്കും, അതായത് ടോട്ടൽ ഹൈറ്റ് എടുക്കണം. ഇൻ കേസ് ഓഫ് ബിൽട്ട് അപ്പ് സെക്ഷൻ ആണെങ്കിൽ D എന്ന് പറയുന്നത് നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ഡെപ്ത് ആയിരിക്കും. മാത്രമല്ല ഇതിൽ തന്നെ വെബ് ബക്ലിങ്ങിൻ്റെ ചെക്കും ലാസ്റ്റ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് വെബ് ഷാൽ ബി ചെക്ക് ഫോർ ഷിയർ ബക്ലിംഗ് ഇൻ അക്കോർഡൻസ് വിത്ത് 8.4.2 when D/T is greater than 64 E. അതിന് മാത്രമേ നമുക്ക് വെബ് ബക്ലിങ്ങിൻ്റെ ചെക്ക് നടത്തിയിട്ട് കാര്യമുള്ളൂ. ഇതെല്ലാമാണ് നമുക്ക് മൂന്നാമത്തെ. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ സെക്ഷൻ ക്ലാസിഫൈ ചെയ്യും, അതായത് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ നമ്മുടെ കേസിൽ ഗർഡേഴ്സും ഐ ബീംസ് ഒക്കെ വരുമ്പോൾ, കേസിൽ ISMB ബീംസ് വരുമ്പോൾ നോർമലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ എന്തായിരിക്കും, യൂഷ്വലി പ്ലാസ്റ്റിക് സെക്ഷൻസ് ആയിരിക്കും. ചെറിയ ചെറിയ പർലിൻസിൻ കേസൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കോമ്പാക്റ്റോ സെമി കോമ്പാക്ട് സെക്ഷൻ സെൻട്രൽ സെക്ഷൻ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ഈൽഡ് സ്ട്രെസ് എത്തുന്നതിന് മുമ്പ് തന്നെ ആ സാധനം ഈൽഡ് ചെയ്യും. അപ്പോൾ നമ്മൾ വീണ്ടും സെക്ഷൻ 8 പോയിട്ട് നമ്മളിപ്പോൾ 8.3.1 നമ്മൾ എന്തുകൊണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഡിസൈൻ ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് നമ്മൾ സെക്ഷൻ സെലക്ട്, തേർഡിൽ നമ്മൾ ഏത് ക്ലാസ് ആണെന്ന് കണ്ടുപിടിച്ച്, ഫോർത്തിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ചെക്ക് ചെയ്യണം. സോ ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നതിൻ്റെ ആ റീസണിങ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്തുകൊണ്ടാണ് ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ 0.6 VD അതിനേക്കാളും കൂടുതൽ വരുമ്പോഴാണ് ഷിയറിൻ്റെ എഫക്റ്റ് ബെൻഡിങ് മൊമെൻറ്റിൽ ഡിസൈൻ അഫക്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ റിഡ്യൂസ് ചെയ്ത്, അതുകൊണ്ട് നമ്മൾ ആ റിഡക്ഷൻ ഫാക്ടർ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കേസിൽ V എന്ന് പറയുന്നത് നമുക്ക് ആൾറെഡി അറിയാൻ പറ്റും. V എന്ന് പറയുന്നത് ആൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ 8.4 പോയാലും IS കൊണ്ട് 8.4 പോകുമ്പോഴാണ് ഈ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, ഷിയർ എന്ന് പറയുന്ന ഹെഡിങ് ആണ്. അതിൽ നമ്മുടെ V മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു VD. VD നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. V നമുക്ക് ഇത് കിട്ടും WL/2 ഫോർ എ സെൻട്രൽ സപ്പോർട്ട് ചെയ്ത കേസിൽ നമുക്ക് എക്സ്റ്റേണൽ ലോഡ് എന്നുള്ളത് മസ്റ്റ് ബി ആൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദി സെക്ഷൻ ആണ്. ഇപ്പോൾ VD എന്ന് പറയുന്നത് എന്തായിരിക്കും, VN ഡിവൈഡ് ബൈ ഗാമ M0 ആയിരിക്കും. വാട്ട് ഈസ് VN എന്ന് പറയുന്നത് is equal to VP, it is equal to shear area into FYW into √3. അത് yield strength of the web ആണ്. അത് യൂഷ്വലി ഐ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്ലാൻസും എല്ലാം മൊത്തത്തിൽ ഒരു FY ഉള്ളൂ. അതാണ് FY is equal to FYW നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഷിയർ ഏരിയ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്റ്റേബിൾ 2 കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഹോട്ട് റോളിൻ്റെ കേസിൽ ടോട്ടൽ ഹൈറ്റിൻ്റെ തിക്നെസ് ഉണ്ടായിരിക്കും. വെൽഡറിൻ്റെ കേസിൽ D/T ആണ്. വെൽഡർ ഉണ്ടാക്കുന്നത് ഇതുപോലെ പ്ലേറ്റുകൾ ജോയിൻ ചെയ്യാനായിരിക്കും. അപ്പം നമുക്ക് ആ പ്ലേറ്റിൻ്റെ മാത്രം എടുത്താൽ മതി. പക്ഷേ റോൾഡ് സെക്ഷൻ എന്ന് വെച്ചാൽ ഫുള്ളി നമ്മൾ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഈ ടോട്ടൽ ഡെപ്ത് നമുക്ക് കൊടുക്കേണ്ടി വരും. ഈ ഒരു കാര്യം നമ്മൾ ഡിസൈൻ പ്രോബ്ലത്തിൽ ശ്രദ്ധിച്ചാൽ മതി. സോ അതുപോലെ ഇനി ഡിഫറെൻറ്റ് കേസസ് വരും. ഇവിടെ നമ്മളുടെ റെസിസ്റ്റൻസ് ഓഫ് ഷിയർ ബക്ലിംഗ് ഡിസൈൻ ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് എന്ത് കണ്ടുപിടിക്കും, നമ്മൾ ഷിയർ ലോ ഷിയർ ആണോ ഹൈ ഷിയർ ആണോ ചെക്ക് ചെയ്യും. ലോ ഷിയർ ആകുമ്പോൾ എന്ത് പറ്റും, നമ്മൾ എഫക്റ്റ് ഓഫ് ഷിയർ കൺസിഡർ ചെയ്യാതെ എഫക്റ്റ് ഉണ്ടാവാതെ നമ്മൾ ഡയറക്റ്റായിട്ട് എങ്ങോട്ട് പോകും, 8.2.12 പോയിട്ട്, ദാറ്റ് ഈസ് ഇഫ് ദ ഡിസൈൻ ഷിയർ ഫോഴ്സ് ഡസ് നോട്ട് എക്സീഡ് 0. ഇതെന്ന് വെച്ചാൽ എന്തിൻ്റെ കേസാണ്, ലോ ഷിയറിൻ്റെ കേസാണ്. അതായത് ഷിയറിന് ബെൻഡിങ് മൊമെൻറ്റിൽ ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല. അതായത് ഷിയർ ഫോഴ്സ് കാരണം ഡിസൈൻ ബെൻഡിങ് കപ്പാസിറ്റി ഓഫ് സെക്ഷൻ കുറയത്തില്ല എന്നർത്ഥം. ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം, βB = FY/γ/M0. ഈ ഇക്വേഷൻ ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതെന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റ് = σz എന്ന് പറഞ്ഞ ജനറൽ ബീം ബെൻഡിങ് ഫോർമുല ഡെവലപ്പ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്ത് അറിയാൻ പറ്റും. Z എന്ന് പറയുന്നത് ZP ആയി,
സിഗ്മ എന്ന് പറയുന്നത് ഇൻസ്റ്റൈൻ മെത്തേഡിൽ Fi/1.1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബീറ്റാ ബി എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കോമ്പൗണ്ട് സെക്ഷൻ്റെ ഒരു കറക്ഷൻ ഫാക്ടറാണ്. ഇതിലിവിടെ പറയുന്നുണ്ട് കോഡിന് തൊട്ട് താഴെ തന്നെ 8.2 ബീറ്റാ ബി എന്താണെന്ന്. ഇപ്പം ബീറ്റാ ബി ഇൻ കേസ് നമുക്ക് സെമി കോമ്പാക്ട് സെക്ഷനിലേക്ക് പോകുമ്പോൾ 1 to 3rd ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം അത് ഇസഡ് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഡിവൈഡ് ബൈ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ റേഷ്യോ എടുത്താൽ മാത്രം മതിയാകും. ഈ രണ്ട് വാല്യൂ നമുക്ക് അനക്സർ എച്ചിൽ നിന്ന് കിട്ടും. IS 800 അനക്സർ എച്ചിൽ നിന്ന് കിട്ടും. ഇതുപോലെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Fi പാർഷ്യൽ yield strength ഓഫ് ദി മെറ്റീരിയൽ ആണ്, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആണ് 1.1 എന്നുള്ളത്. സോ ഇതെല്ലാം ബേസ് ചെയ്ത് നമുക്ക് ഡിസൈൻ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു ഫസ്റ്റ് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് കേസിൽ when the design shear force is greater than 0.6 PD, അതായത് effect of shear will be acting the design bending moment and it will be reducing the design bending moment. ആണ് ഈ കേസ്. when design shear force B is greater than 0.6 PD, that is ഇതെന്ന് വെച്ചാൽ ഹൈ ഷിയർ കേസാണ്. അപ്പോൾ ഹൈ ഷിയർ കേസിൽ എന്ത് കൺസിഡർ ചെയ്യേണ്ടി വരും? മൊമെന്റ് റിഡക്ഷൻ ഫാക്ടർ കൺസിഡർ ചെയ്യേണ്ടി വരും. സോ ഹിയർ മൊമെന്റ് റിഡക്ഷൻ ഫാക്ടർ വിൽ ബി ബേസ്ഡ് ഓൺ FBD value ആയിരിക്കും. സോ FBD value if you see the design bending compressive strength, here design bending compressive strength നോക്കുമ്പോൾ in the clause 8.2.2 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരു ബെൻഡിങ് സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടറായ psi-LT കൂടി നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ബാക്കി Fi/Γ സെയിം ആയിരിക്കും. psi-LT റെസ്പെക്റ്റീവായിട്ട് നമുക്ക് 5LT എന്ന് പറഞ്ഞ ഫാക്ടറും പിന്നെ ഒരു സ്ലെൻഡർനെസ് റേഷ്യോ ആ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹിയർ α-LT എന്ന് പറയുന്നത് നമ്മൾ ഐ സെക്ഷൻ യൂസിങ് റോൾഡ് സെക്ഷൻ 0.1 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇതെല്ലാം വാല്യൂസ് ആസ് പെർ കോഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യലി ഉള്ള ഇക്വേഷനിലേക്ക് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പം ഇതിന് മുമ്പുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ലോ ഷിയർ കേസിൽ MD എന്തായിരുന്നു? ബീറ്റാ ബി ZB Fi/Γ0 ആയിരുന്നു. അപ്പം ഇവിടെ Fiക്ക് ഒരു FBD ഉപയോഗിച്ചു. പിന്നെ FBD വിൽ ബി ലെസ് ദാൻ Fi/Γ0 ആയിരിക്കും, കാരണം ഇത് സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൊമെന്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സോ ലാറ്ററലി അൺസപ്പോർട്ടഡ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ഫ്രീ ആയിട്ട് ഫ്ലാങ്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കേസിൽ മെയിനായിട്ട് ഇതുപോലെ സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ വരുന്നത്. സോ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോബ്ലത്തിൽ പഠിക്കും. എന്തൊക്കെ രീതിയിലുള്ള ലോക്കലൈസ്ഡ് ബക്ലിംഗ് ഫെയിലിയേഴ്സും കൂടെ അതിന് ഇൻ അഡീഷൻ ആയിട്ട് വരുന്നുള്ളൂ. ഇതെല്ലാം ബേസിൽ നമ്മൾ ഷിയർ ചെക്ക് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇനിഷ്യലി ഉള്ള ബെൻഡിങ് മൊമെന്റ് ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അതിനേക്കാളും കൂടുതലാണെങ്കിൽ MD എന്ന് പറഞ്ഞൊരു ഇനിഷ്യൽ കേസിലോട്ട് വരുമ്പോൾ നമ്മുടെ സെക്ഷൻ സേഫ് ആണെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ അതിനുശേഷം നമ്മൾ സർവീസബിലിറ്റി ക്രൈറ്റീരിയ ഡിഫ്ലക്ഷനുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഹിയർ നമ്മുടെ ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ് ടേബിൾ 6 അതിന് നമ്മുടെ ലാറ്ററൽ ലോഡ്സിലോട്ട് പോകാം. സോ ലാറ്ററൽ ലോഡ്സിനകത്ത് നമുക്കിതുപോലെ ലൈവ് ലോഡ് ഫ്ലോർ ആൻഡ് റൂഫ് നോക്കുമ്പോൾ നമുക്ക് സ്പാൻ ബൈ 3600 സ്പാൻ ബൈ 360 ദാറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ ടു ക്രാക്കിങ് സസെപ്റ്റബിൾ ടു ക്രാക്കിങ്. അതായത് ഇൻ കേസ് ഓഫ് ഗ്ലാസ് ബിൽഡിങ്സിലാണെങ്കിൽ നമ്മൾ സസെപ്റ്റബിൾ ടു ക്രാക്കിങ്ങിൽ സ്പാൻ ബൈ ഡെത്ത് ലിമിറ്റ് ഉണ്ട്. സോ ഇത് രണ്ടും സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസും ഇത് കാൻഡിലിവറിൻ്റെ കേസ് ആയിരുന്നു. 50 വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് വിത്തിൻ ഡിഫ്ലക്ഷൻ ലിമിറ്റാണ് ചെക്ക് ചെയ്യണം. അതായത് സെക്ഷൻ മൊമെൻറ്റ് മാത്രം റെസിസ്റ്റ് ചെയ്താൽ പോരാ, ബട്ട് ആൾസോ ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ ദി സർവീസബിലിറ്റി ക്രൈറ്റീരിയ. അതിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് വിത്തിൻ ലിമിറ്റ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്കിനി ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കൂടെ ഡിസൈൻ ഓഫ് ബീംസിൻ്റെ വേരിയസ് സ്റ്റെപ്സ് നമുക്ക് നോക്കാം. സോ എപ്പോഴും നമുക്കൊരു ഐഡിയ വേണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം. സെക്കൻഡ് നമുക്ക് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽസിൻ്റെ കൂടെ സെക്ഷൻ കണ്ടുപിടിക്കണം. തേർഡിൽ നമ്മൾ ഏത് സെക്ഷൻ ആണെന്നുള്ളത്, ദാറ്റ് ഈസ് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ സെമി കോമ്പാക്റ്റ് എന്നുള്ള ക്ലാസിഫൈ ആണ്. നാലാമതായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഷിയർ കപ്പാസിറ്റി ചെക്ക് ചെയ്യണം, ഹൈ ഷിയർ ആണോ ലോ ഷിയർ ആണോ എന്നുള്ളത്. ഫിഫ്തിൽ നമ്മൾ ഡിസൈൻ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ആൻഡ് ഇതിനേക്കാളും ബെൻഡിങ് മൊമെന്റിനേക്കാളും ഗ്രേറ്റർ ആണെന്ന് നോക്കും. ലാസ്റ്റ് വൺ വിൽ ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. സോ ദിസ് ആർ ദ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യണം. അത് കൂടാതെ നമ്മൾ വെബ് ക്രിപ്ലിങ്ങും വെബ് ബക്ലിങ്സ് എല്ലാം നോർമലി ചെക്ക് ചെയ്യും. സോ ഇത്രയും ഡിസൈൻ സ്റ്റെപ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബേസിക് ആയിട്ട് വരുന്ന ഡിസൈൻ സ്റ്റെപ്പുകൾ. സോ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന്
നോക്കാം. അതിൻ്റെ ബേസിസിൽ നമുക്ക് അല്ലാതെ സ്റ്റാൻഡേർഡ് പ്രോബ്ലംസിലോട്ട് കിടക്കാം. So first it is a question നോക്കുമ്പോൾ a simply supported steel joist of 4 meter effective span is laterally support towards. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്റ്റീൽ ജോയിസ്റ്റ് എന്നാണ്. അപ്പോൾ ജോയിസ്റ്റ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ബീം എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പഠിച്ചായിരുന്നു. ഇറ്റ് ഈസ് എ ജോയിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ടൈപ്പ് ഓഫ് ബീമാണ്. സിംപ്ലി സപ്പോർട്ട് കണ്ടീഷൻ തന്നിരിക്കുകയാണ്. അതായത് അതിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ലഭിക്കാനുള്ള ഒരു സപ്പോർട്ട് കണ്ടീഷൻ ആയിരിക്കും തരുന്നത്. സോ നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഈ പറയുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് സേഫായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻസ് നമ്മൾ യൂസ് ചെയ്തിട്ട് ആ സെക്ഷൻ്റെ ഷിയർ കപ്പാസിറ്റിയും ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റ് കപ്പാസിറ്റിയും ഇതിനേക്കാളും നമ്മൾ ഈ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും മൊമെൻറ്റിനേക്കാളും കൂടുതലാണെന്നുള്ളൊരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യണം. സോ അതാണ് ടോട്ടലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഒരു 40 ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന് എടുക്കാൻ പറ്റുന്ന സെക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റീൽ ഓഫ് ഗ്രേഡ് E250 ആണ്. സോ E250 എന്ന് പറഞ്ഞ ഗ്രേഡ് സ്റ്റീൽ നമുക്കറിയാം. അതിൻ്റെ FY എന്ന് പറയുന്നത് 250 MPAയും FYW എന്ന് പറയുന്നത് 250 MPA ആയിരിക്കും. നൗ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആണ് ലോഡിൻ്റെ. കാരണം ഇവിടെ തന്നിരിക്കുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് സർവീസ് ലോഡാണ്. ഇവിടെ ഫാക്ടറി ലോഡ് ഒന്നും പറയുന്നില്ല. എപ്പോഴും നമ്മൾ പറയുക, നമ്മൾ എപ്പോഴും കാൽക്കുലേഷനിൽ എപ്പോഴും ഫാക്ടേർഡ് ലോഡ് ആയിരിക്കണം യൂസ് ചെയ്യണം. ലിമിറ്റഡ് ഡിസൈൻ മെത്തേഡിൽ ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് ലോഡിൻ്റെ കൂടെ നമ്മുടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് ലോഡായ 1.5 നമ്മൾ അപ്ലൈ ചെയ്യണം. അത് മാത്രമല്ല ഇവിടെ ചോദിച്ചു ഇറ്റ് ക്യാരീസ് എ ടോട്ടൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ലെന്തിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ W ആണ് നമുക്ക് തന്നിട്ടുള്ള 40 kN. അപ്പോൾ നമ്മളത് നോർമൽ കേസിൽ പറയുമ്പോൾ ക്യാപിറ്റൽ W എന്ന് വെച്ചാൽ സ്മോൾ W × L ആയിരുന്നു. ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ആ സ്പാൻ 4 മീറ്റർ സ്പാനിൽ 40 kN ലോഡ് തന്നിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ എന്നുള്ളൊരു അതുകൊണ്ടാണ് അതിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടണിൽ കിടക്കുന്നത്. നോർമലി നമ്മൾ UDയിൽ നമുക്ക് തരുന്നത് kN per മീറ്ററിലായിരിക്കും തരുന്നത്. ദാറ്റ് ഈസ് സ്മോൾ W. Since we are given here kN, അത് നമ്മൾ capital W, it is equal to small w × L ആയിരിക്കും. So what will be the bending moment of a simply support case? അതെന്ന് വെച്ചാൽ it will be W L² divided by 8 ആണ്. Here W is small w ആയിരുന്നു. So we can write it as small w into L divided by 8 is equal to capital W into L divided by 8 എഴുതാൻ പറ്റും. നമ്മുടെ കേസിൽ ക്യാപിറ്റൽ W എന്ന് പറയുന്നത് എന്താണ്, സർവീസ് ലോഡാണ്. സോ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻറ്റു ഫാക്ടേർഡ് ലോഡ്. ദാറ്റ് ഈസ് 1.5 × 40 വിച്ച് ഈസ് ഈക്വൽ ടു 60 kN ആയിരിക്കും. ഇൻക്ലൂഡിങ് സെൽഫ് നമുക്ക് വേറൊരു വെയിറ്റും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സംടൈംസ് നമ്മൾ ഒരു ഫാക്ടേർഡ് ലോഡും കൂടെ ഒരു സെൽഫായിട്ടായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇവിടെ ഇറ്റ് വിൽ ബി 60 × 10⁻³ ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ kN. ന്യൂട്ടനോട് കൺവേർട്ട് ചെയ്ത് ലെന്ത് 4000 ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് 4 മീറ്റർ. അതും എഫക്റ്റീവ് ആയിട്ടുള്ള ലെന്താണ് ഡിവൈഡ് ബൈ 8 ചെയ്യുന്നത് നമുക്ക് 30 × 10⁻³ ന്യൂട്ടൺ ഓർ 30 kN കിട്ടും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്, വിൽ ബി കാൽക്കുലേഷൻ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. സോ ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഷിയർ ഫോഴ്സ് നമുക്കറിയാം, സിംപ്ലി സപ്പോർട്ടഡ് കേസിൽ ഷിയർ ഫോഴ്സ് സ്മോൾ W × L/2 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു സ്മോൾ W എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇതാണ് 40 ആൻഡ് ദിസ് ഈസ് സർവീസ് ലോഡ് ഇൻറ്റു 1.5 or 60 × 2/2. സോ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടി, മാക്സിമം ഷിയർ ഫോഴ്സും കിട്ടി. സോ യു ഹാവ് നമ്മൾ ആസ് പെർ ലോഡിങ് കണ്ടീഷനിൽ ജനറേറ്റ് ചെയ്യുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് ആ ബീമിൽ. സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സെക്കൻഡ് ഡിസൈൻ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൽ നിന്നാണ് ഏത് സെക്ഷൻ വേണമെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുള്ളത്. നമ്മൾ റിക്വയർഡ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം ജനറൽ ബെൻഡിങ് ഫോമിൽ M/I is equal to F/Y. ഇത് ബെൻഡിങ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഇത്, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എഴുതാൻ പറ്റും ദാറ്റ് ഈസ് M divided by I divided by Y is equal to F. So our bending stress sigma BC എന്ന് പറയുന്നത് എന്തായിരിക്കും, M/Z എന്നായിരിക്കും. So in case of plastic section modulus we can write it as this moment by this sigma CBC എന്ന് പറയും. So നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് IS 800 ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, yield സ്ട്രെസ് ഡിവൈഡ് ബൈ ഇവിടെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറായ 1.1 ആയിരിക്കും, which is called gamma m².
സോ ഇസഡ് പി എന്ന് പറയുന്നത് എം ഡിവൈഡ് ബൈ എഫ് വൈ ഇൻറ്റു ഗാമ എം സീറോ ടോപ്പിൽ വരും. അപ്പം ഈ സെയിം ഇക്വേഷൻ നോക്കുമ്പോൾ എം ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു ഗാമ എം സീറോ ഓർ 1.1 ആയിരിക്കും വരും. സോ ഇവിടെ പറഞ്ഞാൽ ഈ 1.1 എന്ന് പറയുന്നത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സ്ട്രെസ് ആയിരിക്കും, വിച്ച് ഈസ് 1.1 ആയിരിക്കും. സോ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മളൊരു റീക്യാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലോഡ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ലോഡ് ആൻഡ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ സ്ട്രെസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ലോഡിലൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, സ്ട്രെസ്സിലൂടെ നമ്മൾ ഡിവൈഡും ചെയ്യും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ. സോ അതിൽ നമുക്ക് സെക്ഷൻ മോഡുലസ്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്, വിച്ച് ഇസ് ദ മാക്സിമം സെക്ഷൻ മോഡുലസ് റിക്വയർ ചെയ്ത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 130.10⁻³ mm³. So what we will do next is that from annexure H of IS 800 we will find a section who is having a classification greater than 132 into 10⁻³ mm³. So annexure ചിലപ്പോൾ സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും തന്നിരിക്കുന്നത്, which is basically 10⁻³ mm³ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് 10⁻³ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ annexure S of IS 800ലേക്ക് നമ്മൾ എത്തി. സോ annexure S of IS 800ൽ പോകുമ്പോൾ ഇതാണ് നമ്മുടെ annexure H of IS 800 എന്ന് പറയുന്നത്. annexure H പേജ് നമ്പർ 138. സോ ഇവിടെ നമ്മൾ നോക്കും പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ബീംസ്. പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് വരും, സെക്ഷൻ മോഡുലസ്, ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഇസഡ് ഇ ഇസഡ് എന്ന് പറയും. സഫിക്സ് നോക്കിയാൽ അറിയാം, എല്ലാം ഇസഡ് ആക്സിസിലാണ് മാക്സിമം ചെയ്യുന്നത്. അതുകൊണ്ട് ഇസഡ് ആക്സിസുള്ള ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഇസഡ് ഇ സെക്ഷനും, ഇസഡ് ആക്സിസുള്ള പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഇസഡ് പി. പിന്നെ ഹിയർ ഷേപ്പ് ഫാക്ടേഴ്സ് ആവശ്യം നമുക്കറിയാം. ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മോഡുലസ് ബൈ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസിനെയാണ് നമ്മൾ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഹിയർ നമ്മൾ യൂസിങ് സ്റ്റീൽ ജോയിസ്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റീൽ ജോയിസ്റ്റ് നമ്മൾ പറയുന്നത് ഒരു സെക്കൻഡറി ടൈപ്പ് ഓഫ് ബീം എന്ന് പറയാം. അപ്പോൾ WB ISWB വൈഡ് ബീംസ് ആയാലും ISWB HB ഹെവി ബീംസോ മീഡിയം ബീംസോ ഇതൊന്നും യൂഷ്വലി വരാറില്ല. കാരണം നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് വെച്ചാൽ ഏകദേശം 132 into 10⁻³ mm³ അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ക്യൂബാണ്, സോറി m³ ആണ്, ഓർ വി ക്യാൻ സേ ദാറ്റ് 132 cm³ എന്ന് പറയാം. സോ ഈ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഈ കോളത്തിൽ 132-നേക്കാൾ കൂടുതൽ ഒരു 150 160 180 റേഞ്ച് വരുന്നതിലേക്ക് നമ്മൾ ഡൗൺ ചെയ്യണം. സോ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമ്മൾ താഴോട്ട് പോകുമ്പോൾ സോ വിൽ ഗെറ്റ് എ സെക്ഷൻ വിച്ച് ഈസ് ഹാവിങ്, നോക്കുമ്പോൾ ഒരുപാട് കൂടാനും പാടില്ല. സോ വിൽ സെലക്ട്, സോ ഹിയർ നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത് യൂഷ്വലി ബീം സെക്ഷൻസ് ആണ് സെലക്ട് ചെയ്യാനുള്ളത്. സോ വിൽ സി വിച്ച് അപ്രോപ്രിയേറ്റ് ഉള്ള ബീം സെക്ഷൻസ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. യൂഷ്വലി നൈസ് സെക്ഷൻസ് ആണ് സെലക്ട് ചെയ്യാനുള്ളത്. സോ യൂഷ്വലി നമ്മൾ നോക്കുമ്പോൾ ജോയിസ്റ്റ് എന്ന് പറയുമ്പോൾ ISMBക്ക് താഴെയുള്ള ISLB സംതിങ് ആയിരിക്കും സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ സൂട്ടബിൾ എന്ന് പറയുന്നത്. So we will select for example 132 above വരുന്നതെന്ന് വെച്ചാൽ ഒരു 180-200 റേഞ്ചിൽ വരുമ്പോൾ go down and we'll see any section subsequently ISLB 175 എന്ന് പറയുന്നത് JB ISLB നാലാമത്താണ്, 143 ജസ്റ്റ് അപ്പോൾ 132 ആണ്. അതിനേക്കാളും കൂടുതൽ ISLBയുടെ നെക്സ്റ്റ് സെക്ഷൻ ISLB 200 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. So ISLB 200 നോക്കുമ്പോൾ ഇറ്റ് ഈസ് അറൌണ്ട് 184 ആണ്. So having safe factor of 1.3 ആണ്. So it is greater than what is 132 into 10⁻³ ആയിരിക്കും. അപ്പോൾ സെക്ഷൻ എന്തായാലും റീഡിസൈൻ ചെയ്യേണ്ടി വരത്തില്ല. So we select this ISLB as the trial section. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. SP6-ൽ ISLB 200-ലോട്ട് പോയിട്ട് അതിൻ്റെ റെസ്പെക്റ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതും. സോ ISLB 200 എന്ന് പറയുമ്പോൾ ഇതാണ് ISLB 200 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ മെൻഷൻ ചെയ്യണം. സോ ദിസ് ഈസ് ദ സ്റ്റീൽ ടേബിൾ ഓർ SP6 റോൾഡ് സ്റ്റീൽ ബീംസിൽ I ബീംസിലാണ് വരുന്നത്. സോ വിൽ ഗോ ടു ISLB 200. ISLB 200. ഓക്കെ, ദിസ് ഈസിൽ റിക്വയർഡ് പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതും. ദിസ് so we will write the total height of the section. So ISLB 250, sorry here ISLB 250 H BF width of flange, thickness of flange, thickness of web, and this is the maximum moment of inertia I. Note ചെയ്യണം. Here RXS, RX minimum radius of gyrations note ചെയ്യണം. And we require ഇങ്ങനത്തെ ഡേറ്റാസ് ആവശ്യമുള്ളത്.
നെക്സ്റ്റ് പേജിൽ IS LB 200 then we require the radius of root, so radius of root R1. Then we have this okay, so നമ്മൾ മെൻഷൻ ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടി വരും. So we have written all these important details എഴുതിയിട്ടുണ്ട്. H, the width of flange, thickness of flange, thickness of web R1. So depth of web നമ്മൾ eventually calculate ചെയ്യും, and we also write the moment of inertia എഴുതി, and also we have written the plastic section modulus and elastic section modulus from annexer H എന്നുള്ളത്. So ഇത്രയും നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി വെച്ചിരിക്കുക. സോ ഡെപ്ത് ഓഫ് ദ വെബ് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. That is the effective depth of web which is taken for the calculation of the section. So if we see our next, it is for the section classification. അത് section plastic ആണോ സെമി കോമ്പാക്ട് സെമി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അടുത്തത്. സോ ഫസ്റ്റ് അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടേബിൾ 2 ഓഫ് IS 800 റെഫർ ചെയ്യണം. So in table 2 of IS 800 we have this following details written here. The outside flange width B എന്നുള്ളത് കണ്ടുപിടിക്കുക. So we are ഇപ്പോൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റോൾഡ് സെക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബിൽഡപ്പ് സെക്ഷൻ അല്ല, സ്റ്റാൻഡേർഡ് റോൾഡ് സെക്ഷൻ എന്ന് പറയും. സോ റോൾഡ് സെക്ഷൻ്റെ കേസിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഹൈറ്റ് H അല്ലെങ്കിൽ ഡെപ്ത് B എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ B എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സെക്ഷൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം എടുക്കാൻ. അതായത് സിൻസ് വി ആർ യൂസിങ് എ റോൾഡ് സ്റ്റീൽ സെക്ഷൻ, റോൾഡ് സ്റ്റീൽസ് എന്ന് വെച്ചാൽ നമ്മൾ I സെക്ഷൻസും C ചാനൽസ് എല്ലാ ആംഗിൾസ് ഇതൊക്കെ റോൾഡ് സ്റ്റീൽ സെക്ഷൻ എന്ന് പറയും. ഫാക്ടറിയിൽ റോൾ ചെയ്യുന്നുണ്ടാകുന്ന സെക്ഷൻസ് ആണ്. ആ റോൾഡ് സ്റ്റീൽ സെക്ഷൻ്റെ B എന്ന് പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ടേക്കൺ ഫ്രം ദി സെൻട്രൽ ലൈൻ ഓഫ് ദി ഫ്ലാഞ്ച് ആയിരിക്കും. അതാണ് ദാറ്റ് ഈസ് B എന്ന് പറയുന്ന സെൻട്രൽ ലൈൻ ഫ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ചിൻ്റെ ഹാഫ് ആയിരിക്കും സെൻട്രൽ ലൈൻ ആയതുകൊണ്ട്. സോ BF നമുക്കറിയാം 100 എന്നറിയാം, BF/2 ആയിരിക്കും B എന്ന് പറഞ്ഞ വാല്യൂ. So table 2 of IS 800 we are taking the ratio of B/TF and also D/TW. So what is B/TF? TF നമുക്ക് അറിയാം SP 607.3 6.896 എന്ന് കിട്ടും. ഈറ്റയുടെ വാല്യൂ നമുക്കറിയാം 1 ആണെന്നുള്ളത്. നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് D. സോ D എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലിയർ ഡെപ്ത് ഓഫ് ദി വെബ് എന്ന് പറയും. അതായത് വെബിൻ്റെ ഡെപ്ത് മാത്രമായിട്ടാണ് എടുക്കുന്നത്. സോ നമ്മൾ കുറച്ചുകൂടി സൂം ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബെൻഡ് ഉണ്ടായിരിക്കും, ഫില്ലറ്റ് പോലെ ബെൻഡായിട്ടായിരിക്കും നമ്മുടെ I സെക്ഷൻസ് ഇരിക്കുന്നത്. സോ ആ ഒരു കേസിൽ നമുക്ക് സ്ട്രേറ്റ് ലെന്ത് ആയിട്ടുള്ള ഒരു ക്ലിയർ ഡെപ്ത് ആയിട്ടുള്ള വെബിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാവൂ. D എന്ന് വെച്ചാൽ ആ വാല്യൂ മാത്രമേ അതിനകത്ത് വരത്തുള്ളൂ. സോ ആ കേസിൽ നമുക്ക് ഈ പറയുന്ന തിക്നെസ് ഓഫ് ഫ്ലാഞ്ചും ഇത് തന്നെയാണ് നമ്മൾ R1 എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ കാണുന്ന D എന്ന് പറഞ്ഞ എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ ക്ലിയർ ഡെപ്ത് ഓഫ് ദി വെബ് കിട്ടത്തുള്ളൂ. അപ്പോൾ D എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി വെബ് അല്ലേ, അത് മൈനസ് 2 times TF പ്ലസ് R1 ആയിരിക്കത്തില്ലേ? കാരണം എന്ന് വെച്ചാൽ ഇവിടെ ടോപ്പിലും ബോട്ടത്തിലും ഫ്ലാഞ്ചും ഈ റേഡിയസും ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. ടോട്ടൽ ഹൈറ്റ് H എന്ന് പറയുന്നത് ഇവിടെ 200 ആണ്, മൈനസ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 7.3 ആയിരിക്കും, 9.2 166.4 ആയിരിക്കും. അപ്പോൾ റേഷ്യോ 1:TW തിക്നെസ് ഓഫ് വെബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 30.81 കിട്ടി. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ നോക്കുകയാണെങ്കിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഷിയറിൻ്റെയും കേസുകൾ ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ I സെക്ഷൻ്റെ കേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ടേക്കൺ ബൈ ഫ്ലാഞ്ചസും നമ്മുടെ ഷിയർ വെബാണ് ഇതെന്ന് വിചാരിക്കുന്നത്. സോ അപ്പോൾ അത് രണ്ട് വാല്യൂസും നമ്മൾ ചെക്ക് ചെയ്യും. ആസ് പെർ ടേബിൾ 2 അനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ഈ രണ്ട് വാല്യൂസും നമുക്ക് ഈ 9.4 ഈറ്റയും 8.4 ഈറ്റ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് 1 പ്ലാസ്റ്റിക് സെക്ഷൻ്റെ ലിമിറ്റ്സ് ആണ് പറയുന്നത്. ഇത് രണ്ടും അതിന് ലിമിറ്റിന് താഴെയാണ് ഇരിക്കുന്നത്. അത് ആൾസോ വിൽ ചെക്ക് വെദർ വെബ് ഷിയർ ബക്ലിംഗ് ഇസ് റിക്വയർഡ് ഉള്ള D/TW എന്ന് വെച്ചാൽ 30.81 അല്ലേ നമുക്ക് കിട്ടിയത്, ഇസ് ലെസ് ദാൻ 6 ആണ് നമുക്ക്. സോ ഷിയർ ബക്ലിംഗ് ചെക്ക് ഓഫ് വെബും ചെയ്യേണ്ട ആവശ്യം ഇല്ല അങ്ങനെ ചെയ്യുമ്പോൾ. So this is the table 2, this giving the limiting width B to the thickness ratio. So നമ്മുടെ ഫസ്റ്റ് കേസിൽ എന്ന് വെച്ചാലും നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ I സെക്ഷൻ എന്ന് പറയുന്നത് റോൾഡ് സെക്ഷൻ ആണ് അല്ലേ. റോൾഡ് സെക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ B/TF റേഷ്യോ എടുത്തപ്പോൾ 9.4 ഇതിനേക്കാളും കുറവായിരുന്നു. സോ ഇറ്റ് ഈസ് ആ റോൾഡ് സെക്ഷൻ. ആൾസോ ഇഫ് യു ലുക്ക് അറ്റ് ദി വെബ് ഓഫ് എൻ I, കാരണം റോൾഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ I എന്ന് പറയുന്നത് റോൾഡ് സെക്ഷൻ വരുന്നതിനെ നോക്കുമ്പോൾ D/TW തന്നെ 84 ഇതിനേക്കാളും കുറവായിരുന്നു. ഇത് രണ്ടും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ എടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ക്ലാസ് 1 ടൈപ്പ് സെക്ഷൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ,
ക്ലാസ് 1 ടൈപ്പ് സെക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റി. സോ നമുക്കറിയാം ഈ ക്ലാസ് ഓഫ് എ സെക്ഷൻ വിൽ ഡിറ്റർമിൻ ദി ബെൻഡിങ് കപ്പാസിറ്റി ഓഫ് എ സെക്ഷൻ എന്നുള്ളത്. ഇറ്റ് ഈസ് ബേസിക്കലി ദ ഫംഗ്ഷൻ ഓഫ് ദി ബെൻഡിങ് കപ്പാസിറ്റി ഓഫ് സെക്ഷൻ ആണ് ഓരോ ക്ലാസ്സും ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് 1ൽ നിന്ന് നമ്മൾ പ്ലാസ്റ്റിക് സെമി കോമ്പാക്ട് സെമി കോമ്പാക്ട് സെൻറ്ററിലോട്ട് പോകുന്തോറും ആ മെമ്പറിൻ്റെ ബെൻഡിങ് കപ്പാസിറ്റി എന്ത് പറ്റും, കുറഞ്ഞു വരും. സോ അതായത് നമ്മൾ എടുത്ത സെക്ഷൻ്റെ ബെൻഡിങ് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ദിസ് ജോമെട്രി അനുസരിച്ച്. അപ്പോൾ നമുക്ക് അറിയാം അതിൽ B/TFൻ്റെ വാല്യൂ അല്ലെങ്കിൽ D/TF വാല്യൂ റേഷ്യോ കൂടി വരും. അപ്പോൾ അത് ബക്ലിങ്ങും ഒരു ലോക്കൽ എഫക്ട്സ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടും. അതുവഴി ടോട്ടൽ ബെൻഡിങ് കപ്പാസിറ്റി കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബെൻഡിങ് കപ്പാസിറ്റി പ്ലാസ്റ്റിക് സെക്ഷൻ ആയിരിക്കും. പക്ഷേ ഡിഫ്ലക്ഷൻസ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഈ ടേബിളിൽ തന്നെ നമ്മൾ B/TW വാല്യൂ 64 മാത്രം വന്നാൽ മാത്രം നമ്മൾ വെബ് ഷാൽ ബി ചെക്ക് ഫോർ ഷിയർ ബക്ലിംഗ് ചെയ്താൽ മതിയാകും. സോ വി ഹാവ് നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു, നമ്മളിപ്പോൾ സെക്ഷൻ കണ്ടുപിടിച്ചു, സെക്ഷൻ ഏത് ക്ലാസ് ആണെന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മൾ സെക്ഷൻ വെദർ ഷിയർ കപ്പാസിറ്റി ഡിസൈൻ ചെക്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഹൈ ഷിയർ ഓർ ലോ ഷിയർ കേസ് വരുന്നുണ്ടോ. കാരണം നമ്മൾ ബീമിൽ എന്തായാലും ഷിയർ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം ബെൻഡിങ് മൊമെൻറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ്, അതായത് ബെൻഡിങ് മൊമെൻറ്റ് റെഡ്യൂസ് ആവണം എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഹൈ ഷിയർ കേസോ ലോ ഷിയർ കേസോ ചെക്ക് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. സോ നമ്മുടെ കോഡിൽ നമുക്കറിയാം 8.4 ഷിയറിൻ്റെ ഡിസൈൻ വരുന്നത് IS 800. അപ്പം നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. 30 kN എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഇറ്റ് ഈസ് WL/2 തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. നെക്സ്റ്റ് വാട്ട് ഈസ് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സെക്ഷൻ എന്ന് പറയുന്നത് 8.4 തന്നെ ഡിസൈൻ ഷിയർ VD എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കോഡ് നോക്കുമ്പോൾ ഷിയർ ഏരിയ എന്ന് പറയും. വിച്ച് ഈസ് യൂഷ്വലി ഷിയർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, വെബിൻ്റെ ഏരിയ. ഫോർ ഐ സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യും നമ്മൾ ഷിയർ എടുക്കുന്നത് വെബ് ഏരിയയും ബെൻഡിങ് മൂവ്മെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന ഫ്ലാഞ്ചസ് ആണെന്നുള്ള ഏരിയ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കേസിൽ സിൻസ് ഇറ്റ് ഈസ് എ റോൾഡ് സെക്ഷനിൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് റോൾഡ് സ്റ്റാൻഡേർഡ് ഐ സെക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി വെബ് ആയിരിക്കും ഈ ഷിയർ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഏരിയ AV എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, ഈ ലെന്ത് എന്ന് പറയുന്നത് ഹൈറ്റ് തിക്നെസ് ഓഫ് വെബ്, അതാണ് നമ്മുടെ H/TW എന്ന് വരുന്നത്. M0 1.1 ആണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ സെക്ഷൻ എടുക്കാൻ പറ്റുന്ന ഷിയർ എന്ന് പറയുന്നത് 141.73 ആണ്. വിച്ച് ഈസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ ദി മാക്സിമം ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ഇൻ ദി സെക്ഷൻ. ആൻഡ് ഓൾസോ വി വിൽ ചെക്ക് ഫോർ ഹൈ ഷിയർ ഓർ ലോ ഷിയർ ഇൻ ദിസ് നെക്സ്റ്റ് ഡിസൈൻ സ്റ്റെപ്പ്. അതായത് 0.6 VD നമ്മൾ ചെയ്ത് നോക്കും. VD എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ആണ്. അപ്പോൾ 85 ആണ്. അതും ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 30 kN. അതായത് ഇവിടെ 0.6 ആ VD എന്ന് പറയുന്നത് പോലും ഇതിനകത്ത് അതായത് ഷിയറിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. അതൊരു ലോ ഷിയർ കേസാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ക്ലോസ് 8.2.2 1.2 ക്ലോസ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്ത് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ്സായ MD കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. സോ MD എന്നുള്ളത് നമുക്കറിയാം, IS കോഡിൽ ക്ലോസിൽ പറയുന്നുണ്ട്. MD എന്ന് വെച്ചാൽ βB ഇൻറ്റു ZPZ ഇൻറ്റു FI/γ M0 എന്നുള്ളത് ആണ്. സോ ഇതിനകത്ത് നമുക്ക് ആസ് പെർ βB ഇസ് 1 ഫോർ പ്ലാസ്റ്റിക് ആൻഡ് കോമ്പാക്ട് സെക്ഷൻ. കാരണം നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പിൽ സെക്ഷൻ 3 നമുക്കിത് പ്ലാസ്റ്റിക് സെക്ഷൻ അല്ലെങ്കിൽ ക്ലാസ് വർക്ക് സെക്ഷൻ എന്ന് മനസ്സിലായി. സോ ഇറ്റ് ഈസ് 1. ZPZ നമുക്ക് എടുത്ത സെക്ഷൻ്റെ ZPZ അറിയാം. അതായത് നമ്മൾ അസൈൻ ZPZ 184.34 എന്ന് അറിയാം, FI 250 അറിയാം, γ M0 1.1 അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് 10⁻³ kN കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 41.895 അത്രയും ബെൻഡിങ് മൂവ്മെൻറ്റ് കപ്പാസിറ്റി നമ്മുടെ IS LV 200 ഉണ്ട്. വാട്ട് ഈസ് ദ ബെൻഡിങ് മൂവ്മെൻറ്റ് ഡെവലപ്ഡ് ഇൻ ദിസ് സെക്ഷൻ? മാക്സിമം ബെൻഡിങ് മൂവ്മെൻറ്റ് 30 അല്ലേ, മാക്സിമം ഡെവലപ്പ്. അപ്പം ഇതിനേക്കാളും വളരെ കൂടുതലായതുകൊണ്ട് നമ്മുടെ സെക്ഷൻ സേഫ് ആയിരിക്കും. ബട്ട് നമുക്കറിയാം ഇതൊരു പ്ലാസ്റ്റിക് സെക്ഷൻ അസ്യൂം ചെയ്തുകൊണ്ട് അതിന് ഒരുപാട് ഡിഫ്ലക്ഷൻസ് വരാൻ ചാൻസ്. കാരണം ലോഡ് കൂടുതലായതുകൊണ്ട് ഒരുപാട് ഡിഫ്ലക്ഷൻസ്, അതായത് ഒരുപാട് ലാറ്ററൽ ആയിട്ടുള്ള ബെൻഡിങ് ഡിഫ്ലക്ഷൻസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതുപോലെ ലോഡ് കുറച്ചുകൂടി എടുക്കാൻ കാരണം നമ്മൾ ഈ ബീം ഒരുപാട് ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ലാറ്ററൽ ഡിഫ്ലക്ഷനുടെ ചെക്ക് നമ്മൾ സർവീസിബിലിറ്റി ക്രൈറ്റീരിയയിൽ ചെക്ക് ചെയ്യേണ്ടി വരും. സിൻസ് വി ആർ സിംപ്ലി സപ്പോർട്ടഡ്, കോഡ് പറയുന്നത് ദിസ് ഡിസൈൻ മൊമെന്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഈക്വൽ ടു 1.2 ZEZ FI/γ M0 ആണ്. ZE എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഓഫ് ദ IS LB 200 ആയിരിക്കും, വിച്ച് ഈസ് 167.70 ഇൻറ്റു റിമൈനിങ് സെയിം ആയിരിക്കും 46 which is also our condition, hence ഓക്കെ ആയിരിക്കും. സോ ഹെൻസ് ദ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൽ നമ്മുടെ MDയുടെ വാല്യൂ പ്ലാസ്റ്റിക്കിന് 41.87 ആയിരിക്കും. അതിന് സർവീസിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ സിൻസ് വി ആർ യൂസിങ്
പ്ലാസ്റ്റിക് സെക്ഷൻ there will be definitely അവിടെ ഒരു എക്സസീവ് ഡിഫ്ലക്ഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് സർവീസിബിലിറ്റി ക്രൈറ്റീരിയസും ചെക്ക് ചെയ്യണം. സോ ഇതുവരെ നമുക്ക് മനസ്സിലായി സെക്ഷൻ ബെൻഡിങ് മൊമെന്റ് എഫക്റ്റീവായിട്ട് എടുക്കുന്നു. നമ്മൾ ISLB 200 ആ 40 kN എന്ന് പറയുന്ന ടോട്ടൽ UDL ലോഡ് സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഷിയറിന്റെ എഫക്റ്റ് എടുക്കുന്നുള്ള ഇത്രയും ഡിസൈൻ സ്റ്റെപ്പ് 1 to 5 മനസ്സിലാക്കി. അതേസമയം നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക് സെക്ഷൻ അസ്യൂം ചെയ്തുകൊണ്ട് എക്സസീവ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻസ് വരുന്നതുകൊണ്ട് നമ്മൾ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ കൂടി ചെക്ക് ചെയ്യണം. കാരണം സ്ട്രെങ്ത് ക്രൈറ്റീരിയ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ പോരാ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ സെക്ഷൻ്റെ ഏത് ക്രൈറ്റീരിയ ചെക്ക് ചെയ്യണം, സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ ഇവിടെ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഇത് രണ്ടുമാണ് പ്രൈമറി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതായത് ഒരു ബീം ഡിസൈനിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ക്രൈറ്റീരിയയും സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയയാണ്. അപ്പം അത് രണ്ടുമാണ് പ്രൈമറി. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബെൻഡിങ് ഷിയർ ഫോഴ്സിനെ ചെക്ക് ചെയ്തു നമ്മളിപ്പം, അത് 3, 4, 5 ചെക്ക് ചെയ്തു. 6 എന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്ലക്ഷൻ ആണ്, സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സെക്ഷൻ 5 ടേബിൾ 5 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇറ്റ് ഈക്വൽ ടു ഡെൽറ്റ L/300. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സിംഗിളി സപ്പോർട്ട് കേസിൽ ലാറ്ററൽ ലോഡിൻ്റെ കേസിലാണ്. L എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ ആണ്, 300 എന്ന് പറയുന്നത് നമ്മുടെ സ്പാൻ ടു ഡെപ്രേഷൻ ലിമിറ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പെർമിസിബിൾ എന്ന് വെച്ചാൽ 13.13 mm മാത്രമേ ഈ ബീം ലോഡ് വരുമ്പോൾ ഡിഫ്ലക്ട് ചെയ്യാൻ പാടുള്ളൂ. ISLB 300ൻ്റെ 4 മീറ്റർ സ്പാനുള്ള എഫക്റ്റീവ് ആക്കുന്ന മാക്സിമം പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ 13.13 ആയിരിക്കും. ഈ എത്രമാത്രം ഡിഫ്ലക്ഷൻ ആക്ച്വലി ഉണ്ടായി നമ്മുടെ 40 kN UDL ആക്ട് ചെയ്തപ്പോൾ എന്നുള്ളത് നമുക്കറിയാം. ഒരു സിംഗിളി സപ്പോർട്ടിൻ്റെ കേസിൽ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ വെച്ചാൽ 5/384 W L/4 ഡിവൈഡ് ബൈ 384 EI. ഈ W എന്ന് വെച്ചാൽ സ്മോൾ W ആണ്, ക്യാപിറ്റൽ W യൂസ് ചെയ്തെങ്കിൽ നമുക്ക് L³ എടുത്താൽ മതിയാകും. ഇവിടെ 40 × 10⁻³ യൂസ് ചെയ്തുകൊണ്ട് ആണ് ഇവിടെ L³ അപ്ലൈ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ W എന്ന് പറയുന്നത് സ്മോൾ W × L/4 ആണ് നമുക്ക് വരുന്നത്. സോ ഈ സ്മോൾ W എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് UDL എന്ന് പറയുന്ന ആ യൂണിറ്റ് എന്ന് വെച്ചാൽ kN/m ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന UDL എന്ന് വെച്ചാൽ kN/ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ മോഡിഫൈ ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ W × L³ ഡിവൈഡ് ബൈ 384 EI. അത് മാത്രമല്ല വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു സർവീസിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. സർവീസ് ലോഡിലുള്ള ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സർവീസ് ലോഡായിരിക്കും W എടുക്കുന്നത്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഫാക്ടേർഡ് ലോഡായ 60 kN വരെ നമ്മൾ സർവീസ് ലോഡായ 40 kN എന്നാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ എടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ W വാല്യൂ 40 യൂസ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ലിമിസ്റ്റഡ് മെത്തേഡിൽ സ്ട്രെങ്ത് ക്രൈറ്റീരിയയും സർവീസിബിലിറ്റി ക്രൈറ്റീരിയ, സ്ട്രെങ്ത് ക്രൈറ്റീരിയ ആണ് ഫാക്ടേർഡ് ലോഡ്സ്, സർവീസ് ക്രൈറ്റീരിയയിൽ നോർമൽ ലോഡിലായിരിക്കണം അത് ചെക്ക് ചെയ്യേണ്ടത്. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഹിയർ E എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സെക്ഷൻ്റെ മാക്സിമം E ആണ് നമ്മൾ I എന്ന് പറയുന്നത്, E എന്ന് വെച്ചാൽ 2 × 10⁵, I എന്ന് പറയുന്നത് IZ which is maximum 1696 ആയിരിക്കും. ഈ അറിയാം സ്റ്റീലിൻ്റെ E 2 × 10⁵ എന്ന് അറിയാം, N/mm². ഇതെല്ലാം കൂടെ ഈക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ 9.8 which is well below the 13 meter. Hence the section will be safe in deflection. മനസ്സിലായി. ഇത്രയും സ്റ്റെപ്പ് വഴി നമുക്ക് നിർത്താം. കാരണം ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഡിസൈൻ സ്റ്റെപ്പ് ബീമിൻ്റെ. വിൽ ഫർദർ ഇനി ബെൽ ബെയറിംഗ് വെബ് ബബ്ലിങ് ചെക്ക് ചെയ്ത് നമുക്ക് ഫർദർ അടുത്ത ക്വസ്റ്റ്യനിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇത്രയും സ്റ്റെപ്പ് എന്തായാലും നമ്മൾ ചെയ്ത് നോക്കണം ഒരു ബീമിൻ്റെ ഡിസൈൻ ചെയ്ത്. ഈ ഒരു ലാറ്ററലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് നമുക്ക് വേറെ ലോക്കൽ ബക്ലിംഗ് ചെക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 ക്രൈറ്റീരിയ, സ്ട്രെങ്ത് ക്രൈറ്റീരിയയും സ്റ്റിഫ്നെസ് ക്രൈറ്റീരിയ മാത്രം ചെക്ക് ചെയ്തത്. ഇനി ഒരു സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ കൂടെ വരും, ദാറ്റ് ഈസ് ബക്ലിംഗ് ക്രൈറ്റീരിയ എന്ന് പറയും. അതായത് അത് നമ്മളിനി ഇതിന് നമ്മൾ ലാറ്ററൽ അൺറിസ്ട്രെയിൻഡ് ബീംസ് ഒക്കെ വരുമ്പം ആ ഒരു കണ്ടീഷൻ വരും. സോ ബേസിക്കലി ഇത്രയും സ്റ്റെപ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വിൽ കാൽക്കുലേറ്റ് ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഫസ്റ്റ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് വിച്ച് ഇസ് റിക്വയർഡ്, അതിൽ നിന്ന് സെക്ഷൻ കണ്ടുപിടിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസ് SP60 നോക്കി എഴുതും. അതിനുശേഷം സെക്ഷൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യണം. അതിനുശേഷം ഡിസൈൻ ഷിയർ കപ്പാസിറ്റി ചെക്ക് ചെയ്യണം. അതിൽ നിന്നും ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ്സും കൂടെ കണ്ടുപിടിക്കണം. ഡിഫ്ലക്ഷൻ കൂടെ ചെക്ക് ചെയ്താൽ ഒരു പ്രൈമറി ക്രൈറ്റീരിയ നമ്മളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും.